മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കരുതിടുവാൻ ദൈവമുണ്ട്, കാത്തിടുവാൻ ദൂതരുണ്ട്. കരുതിടുവാൻ ദൈവമുണ്ട്, കാത്തിടുവാൻ ദൂതരുണ്ട്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പി.സി. വർഗീസ് എറണാകുളം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ഈ മനോഹരമായ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ ക്രിസ്തീയ സ്നേഹ വന്ദനം അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തെ ആസ്പദമാക്കിയ ഒരു ചിന്തയാണ് ഇന്ന് രാവിലെ നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ വിശ്വാസികളും ദൈവവും അഥവാ ക്രിസ്തുവും തമ്മിലുള്ള ദൃഢമായ ബന്ധത്തെ വെളിപ്പെടുത്തുവാൻ ഒട്ടനവധി സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒരു ബന്ധം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി, ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം. എന്നാൽ ഇന്ന് ഇവയിലെല്ലാം വെച്ച് വളരെ പ്രധാനപ്പെട്ടതും ജീവൻ്റെ ആഴമുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. തൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുൻപായി കർത്താവിൻ്റെ അരുമശിഷ്യന്മാരുമായിട്ടുള്ള കർത്താവിൻ്റെ വിടവാങ്ങൽ സംഭാഷണ വേളയിലാണ് കർത്താവ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ അക്ഷരത്തിനും ജീവനും അത്രമേൽ ഗൗരവമുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഒരു കെട്ടിടവും അതിൻ്റെ അടിത്തറയും തമ്മിലുള്ള ബന്ധം പുറമേ നിന്നുള്ളതാണ്. ഒരു ഇടയനും ആടും തമ്മിലുള്ള ബന്ധം ഒരേ കൂട്ടത്തിലുള്ളതാണ്. എന്നാൽ ഒരു മുന്തിരിവള്ളിയും അതിൻ്റെ ശാഖയും തമ്മിലുള്ള ബന്ധം കേവലം ബാഹ്യമായിരിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് അകമേയുള്ള ജീവൻ്റെ ബന്ധമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. വള്ളിയുടെ ഉള്ളിലുള്ള അതേ ജീവരസമാണ് ശാഖയിലേക്ക് ഊറി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പ്രധാനമായിട്ട് 3 സത്യങ്ങൾ നമ്മോട് സംസാരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ യഥാർത്ഥമായ ഐഡൻറ്റിറ്റി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? നാം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. എത്രമാത്രം വളരെ സന്തോഷം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്തുവിനോട് നാം ചേർന്നിരിക്കുക എന്ന് പറയുന്നത്. ഒരു കാലത്ത് ക്രിസ്തുവിനെ കൂടാതെയുള്ള ആളുകൾ, അഥവാ ഈ ലോകത്തിന് അനുരൂപരായി ഈ ലോകത്തിൻ്റെ കാലഗതികൾക്കനുസരിച്ച് ജീവിച്ചവരായ നമ്മൾ, പാപത്തെക്കുറിച്ചുള്ള ബോധം വന്ന് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അവർ ക്രിസ്തുവുമായിട്ടുള്ള ജീവൻ ബന്ധത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിൻ്റെ സ്വഭാവം നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാമും കർത്താവും തമ്മിലുള്ള ബന്ധം അതെത്രമാത്രം സുതാര്യമായിരിക്കുന്നു എന്നുള്ളത് ഇന്ന് രാവിലെ നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ സംഭാഷണം, യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ സഹവർത്തിത്വം, യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ജീവൻ്റെ ബന്ധത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഇവിടെ ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ വിഷയം ഫലം പുറപ്പെടുവിക്കുന്നതിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നിൽ ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഒരു ശാഖ ഒന്നിനോടും മത്സരിക്കുകയോ അമിതമായി ആയാസപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് വള്ളിയോട് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായി അതിൽ നിന്ന് ഫലം പുറപ്പെട്ടു വരികയാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസി
പ്രാർത്ഥനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും ക്രിസ്തുവിനോടുള്ള നിരന്തരമായിരിക്കുന്ന ആ കൂട്ടായ്മ ബന്ധത്തിലൂടെയും അവൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായം 22-ാമത്തെ വാക്യം നിങ്ങൾ ദയവായിട്ടൊന്ന് വായിച്ചു നോക്കുക. അവിടെ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാത്തവരും ഇന്ന് ലോകത്തിലുണ്ട്. അതേ അധ്യായത്തിൽ തന്നെ ഗലാത്യർ 5-ാം അധ്യായത്തിൽ താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ വായിച്ചു വരുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും നാം അവിടെ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാതെ പോകുന്നത്? അതിനൊരു കാരണം അവിടെ തന്നെ പറയുന്നുണ്ട്, ജഡത്തെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. ജഡത്തെ അനുസരിക്കുക അഥവാ ക്രിസ്തുവിന് വിരുദ്ധമായിരിക്കുന്ന, ക്രിസ്തുവിന് ശത്രുവായിരിക്കുന്ന ഒരു സ്വഭാവമാണ് ജഡത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് രാവിലെ നാം ഒരു ആത്മപരിശോധന നടത്തുന്നത് ഏറെ നല്ലതാണ്. ഞാൻ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവനാണോ, അതോ ഞാൻ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്ന ഒരാളാണോ? ഇത് രണ്ടും വൈരുദ്ധ്യമാണ്. ഇതൊരിക്കലും പൊരുത്തപ്പെട്ടു പോകുന്ന ഒന്നല്ല. അതുകൊണ്ട് നമുക്കൊരു തിരിച്ചുവരവ് ആവശ്യമാണെങ്കിൽ ഇന്ന് രാവിലെ മാനസാന്തരപ്പെടാൻ, പുതുക്കൽ പ്രാപിക്കുവാൻ, മടങ്ങി വരുവാനുള്ള ഒരവസരം കൂടെയുണ്ട്. തന്നിമിത്തം നമുക്ക് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരും. മൂന്നാമത്തെ കാര്യം, സമ്പൂർണമായ ആശ്രയത്വത്തെയാണ് അവിടെ ഓർപ്പിക്കുന്നത്. എന്താണ് കർത്താവ് പറഞ്ഞത്? എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഈ വാക്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു മുന്നറിയിപ്പായിട്ടാണ് ഈ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുന്തിരിവള്ളിയിൽ നിന്ന് വേർപെട്ട ഒരു ശാഖയ്ക്ക് സ്വന്തമായി പച്ചയായിരിക്കുവാനോ ഫലം കായ്ക്കുവാനോ അത് നിലനിർത്തുവാനോ കഴിയുകയില്ല. അത് ഉണങ്ങി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ വാക്യം നമ്മളെ ഗൗരവതരമായിട്ട് ഓർപ്പിക്കുകയാണ്. നമ്മുടെ ലൗകികമായ കഴിവുകളോ അറിവുകളോ പണമോ അതൊന്നും ദൈവത്തിന് പ്രസാദകരമായ ആത്മീയ ഫലം പുറപ്പെടുവിക്കുവാൻ സഹായകമായിരിക്കുന്ന കാര്യമല്ല. ആത്മീക ജീവിതത്തിലും ശുശ്രൂഷയിലും നാം പൂർണ്ണമായും ക്രിസ്തുവിനെ ആശ്രയിച്ചേ മതിയാകുകയുള്ളൂ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ സുവിശേഷത്തിൻ്റെ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ തന്നെ ഒടുവിലത്തെ അധ്യായത്തിൽ 21-ാം അധ്യായത്തിൽ പത്രോസും കൂടെയുള്ള ആളുകളുമെല്ലാം മീൻ പിടിക്കാൻ പോയ രംഗം നാം അവിടെ വായിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും പിടിക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ രാവിലെ കർത്താവ് അവിടെ വന്നു. കർത്താവുമായിട്ട് അവർ സംഭാഷിക്കുന്നു. കർത്താവ് പറഞ്ഞ വാക്കിന് പത്രോസ് വലയിറക്കുന്നു. ഇതാ 153 വലിയ മീൻകൂട്ടത്തെ തന്നെ അവർക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചു. അവിടെയും കർത്താവ് അവർക്ക് കൊടുത്ത സന്ദേശം ഇതാണ്: എന്നെ വിട്ട് നിങ്ങൾക്കൊന്നും നേടാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ നേടുന്നതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടവരാണ്. എന്നാൽ നമ്മുടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് നിത്യതയിൽ ചില പ്രതിഫലങ്ങളെ നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടുത്തെ ജീവിതം കൊണ്ട് നമ്മൾ എന്തൊക്കെ നേടിയാലും അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതാണ്. എന്നാൽ നാം കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ആത്മീക സന്തോഷം അനുഭവിച്ച് ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം പുലർത്തി കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ ഇവിടെ സന്തോഷവാനായിരിക്കുന്നു, ഭൂമിയിലും അവന് പ്രതിഫലങ്ങൾ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ ഭവനത്തിൽ നിത്യതയിലും അവന് പ്രതിഫലങ്ങൾ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ, കർത്താവിന് പ്രയോജനപ്രദമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതമായി തീരണം. ഇന്നത്തെ ദിവസം അതിന് ഇടയായി തീരട്ടെ. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ഇന്ന് രാവിലെ നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ തന്നെ ഈ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയുമായിട്ട് ബന്ധമില്ലാത്ത, ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും ഇന്ന് രാവിലെ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളും കർത്താവിനോട് ചേർന്ന് ഒരു ജീവൽ ബന്ധമുള്ളവരായി തീരണം എന്നുള്ളതാണ്. അവൻ്റെ ശക്തി അനുഭവിക്കുന്ന, കൃപ അനുഭവിക്കുന്നവരായി തീരണം എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാകും, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് അനുഗ്രഹമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്ത ഇവിടെ നിർത്തുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും ഇന്നത്തെ ദിവസം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.
ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കൈവിടുകില്ലെന്നുള്ള വാഗ്ദത്തം താൻ തന്നിട്ടുണ്ട്. അല്ലും പകലും വേണ്ടതെല്ലാം തന്നു പുലർത്താൻ കഴിവുണ്ട്. അല്ലും പകലും വേണ്ടതെല്ലാം തന്നു പുലർത്താൻ കഴിവുണ്ട്. കരുതിടുവാൻ ദൈവമുണ്ട്, കാത്തിടുവാൻ ദൂതരുണ്ട്. കരുതിടുവാൻ ദൈവമുണ്ട്, കാത്തിടുവാൻ